സ്വന്തം മാനം വിറ്റ് കാശുണ്ടാക്കുക. നമുക്ക് വസ്തുവില്ല, പീരീഡ് ഇല്ല. പുള്ളി ഇതൊന്നും എടുത്തിട്ടല്ലേ വേറെ പരിപാടിയുണ്ട്. ഒരു ക്ലച്ച് കണ്ടക്ടറിനെ കൊടുത്തു. അന്നും ഇതവസ്ഥ, ഇന്നും ഇതവസ്ഥ. ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല. ഹലോ, ഇന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോകാൻ പോവാണ്. അപ്പോൾ വാഗമൺ പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാന്. പക്ഷേ ഈ മഴയുടെ സീനൊക്കെ ഉണ്ടായതുകൊണ്ട് വാഗമൺ പോകുന്ന കുറച്ച് റിസ്ക് ആയതുകൊണ്ടും വീട്ടുകാർക്ക് ഭയങ്കര പേടിയൊക്കെ, വെള്ളപ്പൊക്കമാ, മഴയാ, ഉരുൾപൊട്ടലാ അങ്ങനെയൊക്കെ പറഞ്ഞ് അതുകൊണ്ടൊക്കെ ശരി നമ്മളത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത അയൽ സംസ്ഥാനമായ തമിഴ്നാട് വരെയാണ് പോകുന്നത്. ഞങ്ങൾക്ക് പുനലൂരിൽ നിന്ന് തമിഴ്നാട് കുറച്ച് അടുത്താണ്, പെട്ടെന്ന് പോകാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ ക്ലച്ചറിങ് റെഡിയായിട്ട് നിൽക്കുകയാണ്. പക്ഷേ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞവന്മാർ കുറച്ച് നേരമായിട്ട് ഞാൻ കാണുന്നില്ല. ഞാൻ കുറേ നേരമായിട്ട് ഞാനിവിടെ ഇങ്ങനെ കാത്തിരിക്കും. അപ്പം അവന്മാരെ കാത്തുള്ള നിൽപ്പാണ്. അവന്മാർ കുറച്ച് നേരത്തിനുള്ളിൽ എത്തുമെന്നാണ് പറഞ്ഞത്. എത്തുമെന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനിയും കാണാം. രാവിലെ ഒളിച്ചിരിക്കുന്നത് എന്തിനാടി ഒളിച്ചിരിക്കുന്നേ? എന്തിനാ ഒരുങ്ങുന്നേ? ഞങ്ങളൊന്നും മേക്കപ്പ് ഇടുന്നില്ലല്ലോ. നിങ്ങൾ പ്രേമിക്കുന്നത് ഒരു കോഴിയാണ്, ലോക കോഴി. അതെ, ഇതാണ് ആ കോഴി നടന്നു പോകുന്നത്. അങ്ങനെ കുറെ നേരം കാത്തി നിന്നിട്ട് അവന്മാര് വരുന്നുണ്ട്. 3 മണിക്കൂറുണ്ട് ഗൈസ് നമുക്ക് ഇവിടെ അങ്ങോട്ട് പോകാൻ പറ്റിയിട്ട്. ഏരൂർ വരെ പോകാനോ? പുള്ളി ക്ലെയിം ചെയ്യും, അടുത്ത ബമ്പർ എടുത്ത് വീട്ടിൽ വെക്കും. പുള്ളി അങ്ങനെ ഒരു വണ്ടി വീട്ടിൽ വെക്കാൻ ഉള്ള പ്ലാനിങ്ങിലാണ്. ബലീനോട് എല്ലാവിധ എല്ലാ സർവീസുകളും എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിലുണ്ടെന്ന്. യെസ്, ഓഫ് കോഴ്സ്. മാമനെ ഇടിച്ചതായിട്ടുള്ളേ. അതെ അതെ, നല്ല കാഴ്ചയുണ്ടല്ലേ. ഇതൊക്കെ പിള്ളേരെ ഏതാ സ്ഥലം കൂടെ അതിനകത്ത് പറഞ്ഞു. ആർപിഎല്ലിനകത്തൂടാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ IPL അല്ല, അതെ അതെ. അവിടെ നമ്മൾ കാണുന്ന അനുവിന്റെ ശിവൻ, നമ്മള് ദൈവത്തെ തൊട്ട് തൊഴുതിട്ട് കാര്യമില്ല. നമുക്ക് ഈ ഒരു ഫ്രെയിമിലൂടെ നമുക്ക് അനുവിനെ കാണാൻ സാധിക്കും. അനു വളരെ കാന്ത ദൃഷ്ടിയോടെ ആ റോഡുകളിലേക്ക് നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത്. വളരെ ശ്രദ്ധിച്ച്, കണ്ണൊക്കെ കിറിഞ്ഞിരിക്കുക, എന്നാലും നോക്കിയൊക്കെയാണ് വണ്ടി ഓടിക്കുന്നത്. ഡബിൾ ക്ലച്ച് വണ്ടിയാ, 2 ക്ലച്ച് ഉണ്ട്. ഒരു ക്ലച്ച് കണ്ടക്ടറിനെ കൊടുത്തു. ഡബിൾ ക്ലച്ച് അടിച്ചിട്ട് ഒന്നുകൂടെ ക്ലച്ച് പിടിച്ചിട്ടാലേ വണ്ടി പോകും. ഇനി എണ്ണപ്പുര തോട്ടങ്ങളൊക്കെ നമുക്ക് ഈ റൂട്ട് പോയാൽ കാണാൻ പറ്റും. ഇത് വിളക്കുപാറ എന്ന് പറയുന്ന സ്ഥലമാണ്. നൈസാണ്. ഈ പാമോയിലൊക്കെ ഉണ്ടാക്കുന്നത്. പാമോയിൽ ഉണ്ടാക്കുന്നില്ല ഇവിടെ ആരും. ഡാൽഡ പാരച്ചൂട്ടൊന്നും ഇതിനകത്ത് ഉണ്ടാക്കത്തില്ല. രാവിലെ മഴ തകർത്ത് പെയ്യാണ്. നമ്മൾ ആസിഫിന്റെ വീട്ടിൽ, ആസിഫിനെ വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആസിഫിന്റെ വീട്ടിലോട്ട് പോവാണ്. അന്നും ഇതവസ്ഥ, ഇന്നും ഇതവസ്ഥ. ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല. ആസിഫ് ഭാൻ, അപ്പൊ നമ്മള് എങ്ങോട്ട് പോവാ? നമ്മുടെ ജേണി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ കൂടെ ആസിഫ് മോൻ ഞങ്ങൾ ഇവിടുന്ന് ജോയിൻ ചെയ്തു. ഗൂഗിളുണ്ട്. അതിന് വണ്ടി ഓടിക്കുന്നു. ചെറിയൊരു സാധനം കാണിക്കണമെങ്കിൽ ഇപ്പൊ ഈ സിനിമയുടെ ഒക്കെ റിവ്യൂ എങ്ങനെ 3 സെക്കൻഡ് പാട്ട് കഴിഞ്ഞു. അതൊക്കെ സീനാവും. പടങ്ങളൊക്കെ അതാ ഇന്ത്യ ഇടാം. പുള്ളിക്ക് വേണമല്ലോ, പുള്ളി കാശുണ്ടാക്കാൻ പാടാൻ പറ്റത്തില്ലല്ലോ. സമാധാനം സ്വന്തം മാനം വിറ്റ് കാശുണ്ടാക്കുക. അമ്മ എന്താ പറയണ, ദേവി എന്താ പറയണ? ഗൾഫിൽ നിന്നും ആസിഫ് വന്നതുമായിട്ട് പ്രമാണിച്ച് ഉള്ള 1 ഡേ ട്രിപ്പാണ് നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 1 ഡേ ട്രിപ്പിൽ സഹകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളോടൊപ്പം എത്തിച്ചേർന്ന അനു മോഹൻ, ഗോകുൽജി നായർ, പിന്നെ നമ്മുടെ സ്വന്തം ആസിഫ്. പെരുന്നാൾ കഴിഞ്ഞിട്ടല്ലേ ഈ ഗൾഫിലോട്ട് പെരുന്നാൾ കഴിഞ്ഞിട്ട് കയറി ചെല്ലാമെന്നാണ് നമ്മുടെ ആസിഫ് പറഞ്ഞിരിക്കുന്നത്. അതിന് മുമ്പായിട്ട് ആസിഫുമായിട്ട് നമ്മൾ പോകുന്ന ഈ യാത്രയിലൂടെ അവന് സന്തോഷവും മനസുഖവും സൗഖ്യവും എല്ലാം കൊടുത്ത് കാത്തുകൊള്ളണേ ഭഗവാനെ എന്നിങ്ങനെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ യാത്ര തുടങ്ങിയാണ്. കേട്ടോ, മാമ ലേസർ എന്നിട്ട് തരുമോ? കുഴിയിലാരും തൊടല്ലേ.
8 കുറ്റിയുണ്ട് വണ്ടിക്കകത്ത്. DJ ആണോടെ? ഇത് തെമ്മല ഡാമിന്റെ ബാക്ക് സൈഡാണ്. ഇനി അങ്ങോട്ട് റേഞ്ച് കിട്ടാൻ പാടാ. നമ്മൾ കാട്ടിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അസേഫ്, കൊടും കാട്ടിലൂടെ. ആനയുണ്ട്, ആനയുണ്ട്, മുയലുണ്ട്. നമ്മുടെ ഈ റൂട്ട് ആന ഇറങ്ങത്തില്ലല്ലോ, ബോട്ട് വണ്ടി. അപ്പൊ രാവിലത്തെ ഫുഡ് ഇവിടെ നിന്നാക്കാം. കറി വന്നോന്ന് ഇയാളുടെ വണ്ടി അത് ഉൾപ്പെടെ അനു മോഹൻ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം ഐഡി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. മുട്ടക്കറി വണ്ടി എടുക്ക്, വണ്ടി എടുക്ക്, പാമ്പ റൂട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഫ്രണ്ടി ഇരിക്കാം. ഗിയർ പ്രത്യേകിച്ചൊന്നുമില്ല. മുമ്പോട്ടിട്ടാ മുമ്പോട്ട് പോകും, പുറകോട്ടിട്ടാ പുറകോട്ട് പോകും. ദുബായിലെ മണലാരണ്യത്തിൽ നിന്നും കഷ്ടപ്പെട്ട് ഇവിടെ കോട കാണാൻ വേണ്ടിയിട്ട് അനു ദുബായിലെ ചൂട് പേടിച്ച് ഇവിടെ വന്ന് പ്രളയത്തിലകപ്പെട്ട ആസിഫ്. അതെങ്ങനെ ഇയാളറിയോ? ഇതിനകത്ത് നോക്കിയാ തെങ്കാസിക്ക് പോറേ. പൂച്ച വരുന്നോ? പാട്ട് കഴിഞ്ഞ് 3 സെക്കൻഡായി. കോപ്പിറൈറ്റ് അടിക്കത്തില്ല. ഇയാളെ കൊണ്ട് പശ്ചിമഘട്ടം ആരെ ചോട്ടെ? ഇന്നലെ വാർത്തയിലങ്ങോട്ട് കണ്ട് പശ്ചിമഘട്ടം. പുള്ളി ഇതിനു മുമ്പേ ഇതാ ഈ റൂട്ട് എപ്പോ പോയാലും പുള്ളി പറയുന്നത് ഈ പശ്ചിമഘട്ട മലനിരകൾ കടന്നാ പോകുന്ന ഇവ പറഞ്ഞോണ്ടിരിക്കുന്നേ. പുള്ളിയുടെ സാർ ഞാൻ പറഞ്ഞുതരാം കാരണം. പുള്ളിയുടെ സാറ് സോഷ്യൽ സയൻസ് പഠിപ്പിച്ചപ്പോ പുള്ളിയെ കൊണ്ട് ഇതാ പറയുന്നത്. അത് അറിവാണ്. ഈ വീഡിയോ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ ആ അറിവ് അനു ഒന്ന് പറയണേ. അനു പറയണം. നമ്മുടെ ഈ വ്ളോഗൊക്കെ ആരെങ്കിലും ഏതെങ്കിലും പിള്ളേരെ കാണുവാണെങ്കിൽ അവർക്കൊരു ഉപകാരം. വ്ളോഗ് ചെയ്യണോ ബ്രോ? അതെ, വ്ളോഗാണോ? അതെ, അറിയില്ലേ? ഇതോ സാത്താന്റെ പടം എടുത്ത് കഴിഞ്ഞാൽ വീഡിയോ പതിയത്തില്ല. ഇതാണ് നമ്മളുടെ തമിഴ്നാട്ടിലേക്ക് പോകൊണ്ടിരിക്കുകയാണ്. ഇതാണ് വ്യൂ. ആസിഫ് ഇവിടാണ്. അതെ, പുനലൂരിന്റെ അർത്ഥം അറിയാമോ? പുനൽ എന്ന് പറഞ്ഞാല് വെള്ളം. പുനലിലുള്ള വെള്ളമുള്ള ഊരാണ് പുനലൂർ. தெரியாதா? தமிழ் பேர் தானே புனலூர். அதான் அது இனிமே தமிழ் தான் பேசணும். இங்க இருந்து கொஞ்சம் போனா அதான் என்ன கொல்ல വണ്ടി പോകുന്നു. അതായത് നമ്മുടെ കന്യാകുമാരിയും ഇതായിരുന്നു, ആലപ്പുഴയായിരുന്നു. മനസ്സിലായോ? തിരുവല്ല, അതൊക്കെ ആലപ്പുഴ. അതാ നമ്മുടെ വ്ളോഗ് കണ്ടു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് അറിവും നേടാം, ഫോളോവേഴ്സിനെ നേടാം അല്ലേ? ഇത് ശരിക്കും നമ്മള് തെങ്കാശി നമ്മുടെ കേരളത്തിലായിരുന്നു, കന്യാകുമാരിയും കേരളത്തിലായിരുന്നു. അപ്പൊ അത് രണ്ടും കൊടുത്തിട്ടെങ്ങാണ്ടാണ് നമ്മുടെ ഈ പാലക്കാട് വാങ്ങിച്ചതെന്നാണ് ഒരു കരക്കമ്പി. അളവുകല്ല് ഇതിലപ്പുറത്തോട്ട്. അല്ല ശരിക്കും ഇതൊരു അറിവാണ് അല്ലേ ആസിഫ്? ആസിഫിന് ഇത് അറിയുമായിരുന്നോ? ആസിഫിന് ഇത് അറിയുമായിരുന്നോ? എന്തോ അറിയായിരുന്നു?
പോകുന്നതിന് മുന്നേ ഇൻട്രോവേർട്ട് ആയിരുന്നു. ദുബായി പോയിട്ട് വന്നപ്പോൾ പുള്ളി എക്സ്ട്രോവേർട്ട് ആണ്. അതാ വായിന്ന് ഇറങ്ങുന്നത്. ഒന്നും പറയുന്നില്ല. സത്യം പറഞ്ഞ ഇത് മൊത്തം നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഫുള്ള് സെൻസർ ചെയ്യാനേ കാണത്തുള്ളൂ അല്ലയോ? അവിടെ മൊത്തം ഒറ്റക്കല്ലേ. ആ താഴെ കാണുന്നതാണ് തമിഴ്നാട്. 4 നിമിഷത്തിനുള്ളിൽ തമിഴ്നാട്ടിലെത്തും. ഇതാണ് എസ് വളവ്. നമ്മുടെ ചെമ്മരയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ ഉള്ള ഈ വളവ് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ തമിഴ്നാട്ടിൽ ഇറങ്ങി. ഇപ്പോൾ ഓൾറെഡി നമ്മൾ തമിഴ്നാട്ടിലാണ്, പക്ഷേ ഈ ഒരു വളവിടെ കഴിഞ്ഞാൽ ഫുള്ളി നമ്മൾ തമിഴ്നാട്ടിലായെന്ന് നമുക്ക് പറയാൻ പറ്റും. ആ വണ്ടി ഇങ്ങോട്ട് കയറി വരും. എടുത്ത് പിടി, ഫുൾ എടുത്ത് പിടി. ഇതേണ്ട ആ മലയ്ക്കപ്പുറം കേരളമാണ്. ഇവിടുത്തെ പമ്പിൽ 101 രൂപയേ ഉള്ളൂ പെട്രോളിന്. വെറും 101 രൂപ മാത്രം. നമുക്ക് 108, 107 ആ റേഞ്ചിലൊക്കെയാണ് നമ്മുടെ അവിടെ പെട്രോളിന് വില. മഴ കാരണം തമിഴ്നാട്ടിൽ വന്നപ്പോൾ തമിഴ്നാട്ടിൽ അതിനെക്കാട്ടിലും മഴ. ആസിഫ് മൊബൈൽ നോക്കിയിട്ട് എത്ര സമയം വരെ മഴ പെയ്യും എന്നുള്ളത് ഇപ്പൊ പറയും. മഴ തോന്നില്ലെങ്കിൽ കിളിയൊക്കെ പറക്കുന്നുണ്ട്. അപ്പം ഉടനെ കിടന്ന് കറങ്ങുവാന്നല്ല. നമ്മളങ്ങനെ തിരുമലക്കോവിലോട്ട് പോകുന്ന വഴിയാണ്. ഇപ്പം നേരത്തെ ഇവിടെ വഴിയൊന്നും ഇല്ലായിരുന്നു. ഇപ്പം പാസ് എടുത്തു കഴിഞ്ഞാൽ ഇതുവഴി വഴിയൊക്കെ സെറ്റാക്കി നമുക്ക് മേളി വരെ കാറ് കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ പടി കയറി പോകണം. മേളിലാണ് തിരുമലക്കോവില്. ഞങ്ങൾ തന്നെ കൊണ്ടിരിക്കുകയാണ്. ആസിഫേ എങ്ങനെയുണ്ട്? കാറ്റോ കാറ്റോട് കാറ്റ്. സിന്ദാബാദ്. അനുചേട്ടാ, നമ്മുടെ ഇന്നത്തെ ട്രിപ്പിനെ പറ്റി എന്താ പറയാനുള്ളത്? നല്ല ട്രിപ്പാണ്. ഇത്ര മുടി അത് സ്വാഭാവികം. ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ ബ്രോയെ. ടൈം ഉണ്ടല്ലോ. ഗോകുലെ, നമ്മൾ ഇന്ന് വാഗമണ് പോയിരുന്നത് നമ്മൾ തമിഴ്നാട്ടിലോട്ട് മാറ്റി. മഴയൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി എന്തോ പറയാനുള്ളത്? ഗോകുലിന് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഹാപ്പി. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. വാങ്ങിച്ചോട്ട്. ഇതോടെ കാറ്റിനെ പറ്റി എന്താ പറയാനുള്ളത്? കാറ്റ് നല്ലതാണ്. അതെ, പിന്നെ ഈ കാറ്റ് അതെ, ഈ കാറ്റ് കൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ മഴ പെയ്യുന്നത്. ആസിഫിനൊന്നും പറയില്ല. ആസിഫ് എന്തോ ആസിഫ് ഇങ്ങനെ നിൽക്കുന്നത്? കേരളത്തിലടിച്ചിട്ട് ബാക്കി ഇങ്ങോട്ട് അടിക്കില്ലേ? പശ്ചിമഘട്ട മലനിരകളെ പറ്റിയിട്ട് അത് തന്നെ. പശ്ചിമഘട്ട മലനിരകളെ പറ്റി പറഞ്ഞു കൊടുക്കുക. ഇതാണ് പശ്ചിമഘട്ട. ഏത് മലയുടെ വീഡിയോ എടുക്കട്ടെ? അഭിനയ സിംഹമേ പറയണോ? അതുപോലെ കാറ്റാ. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. റോഡ് പണിയാനാണെങ്കിലും എല്ലാത്തിനും ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമുക്ക് വസ്തുവില്ല, പിരീഡ ഇല്ല. നമുക്ക് പെരേടം ഇല്ല. കേരളത്തിന്റെ ഏറ്റവും വലിയ വിഷയം ഒരു റോഡ് പണിയണമെന്നാണെങ്കിൽ പെരേടം ഇല്ല. ഇതാണ് തിരുമലക്കോവില്. കാറ്റെന്ന് വെച്ചാൽ മുടിഞ്ഞ കാറ്റാണ്. ഞാൻ പറഞ്ഞ വോയിസ് ഒക്കെ കേൾക്കുന്നുണ്ടോയെന്നോലും എനിക്കറിയത്തില്ല. കിട്ടിയില്ല വൈബാണ്. ഇതിലൂടെ രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതുപോലെ വൈകുന്നേര സമയത്തും. ഇപ്പം മഴ ആയതുകൊണ്ടാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ എരിവരി വെയിലായിരിക്കും. ചില കാറ്റാടി എന്താ ആടാതെ നമ്മളെ
അതെന്തോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാറ്റടിച്ചാലത് ഓഫ് ചെയ്തിട്ടേക്കുന്നു. വേറെ ഓഫ് ചെയ്ത മാത്രമല്ല, അത് വേറെ ദിക്കിലോട്ട് കറങ്ങുന്നതും ഉണ്ട്. തിരിഞ്ഞിരിക്കുന്നു അല്ലല്ലോ തിരിഞ്ഞിരിക്കുന്നത് അത് ഈ ദിശയിൽ തന്നെ ആ സൈഡിലായിരിക്കും കാറ്റടിക്കുന്നത്. ഓരോ ടൈമിൽ ഓരോ പാവങ്ങളെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടല്ലോ. ഇവിടെ എന്തുവാടേ ദുഷ്ടത്തരയിലൂടെ കാണിച്ചു. അവരവിടെ നിന്ന് ഫോട്ടോ എടുത്തോണ്ടിരുന്നില്ലയോ? മയില് ചിരിച്ചിക്കണേ എന്നെ പാത്ത് ഒരച്ചിക്കണേ. ഞാൻ ചോദിച്ചപ്പോൾ നമ്മുടെ ഗൂഗിള് അവർക്ക് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. ഇവിടുത്തെ അമ്പലത്തിലെ കുളമാണ്. വൈബ് നമ്മളിപ്പോ ഫുള്ള് ലോക കറക്റ്റ് സമയത്തല്ലേ ആസിഫെ നമ്മൾ വന്നേ? കാര്യം മഴയൊക്കെ പെയ്തിട്ട് നല്ല ക്ലൈമറ്റ്. ഞങ്ങളിപ്പം ഐന്തരുവി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഐന്തരുവി അഥവാ 5 ഫാൾസ് എന്ന് പറയും. പക്ഷേ ഇവിടെ കുട്ടികളത്തായാലും ഐന്തരുവിയിലായാലും ഇപ്പോൾ കുളിക്കാനൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. മഴയുടെ ഒരു സീൻ ഉണ്ടായതുകൊണ്ടും നല്ല വെള്ളം ആയതുകൊണ്ടും അവരത് റെസ്ട്രിക്ട് ചെയ്തിട്ടേക്കുവാണ്. ജസ്റ്റ് നമുക്ക് കയറി കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇത് പറയും തുള്ളി പോന്നേ. എടാ ഇതുവഴി അത് ലേഡീസിന്റെ. ഈ സൈഡോ എടാ ഇത് കാണാതെ പോയവരാണോ അതോ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എടുത്ത ആസിഫ് നോക്കും. ട്രാൻസ്ലേറ്ററിൽ അത് എന്തോ പറയുന്നത് നോക്കാന്ന്. ട്രാൻസ്ലേറ്റർ നോക്കും. ആസിഫ് നെറ്റില്ലാതെ പിന്നെ നോക്കിയിട്ട് എങ്ങനെ നെറ്റില്ലാതെ നമ്മളെങ്ങനെ പോകും? ഇവിടെ ഫുള്ള് ക്ലോസ്ഡ് ആണ്. കാര്യം അത്രയ്ക്ക് വെള്ളമാണ്, ഫുള്ള് വെള്ളം. ഇവിടെ ഫുള്ള് ഭയങ്കര റിസ്ക്കാണ് ഇപ്പോൾ ഈ സമയത്ത് ഇറങ്ങുന്നത്. അതുകൊണ്ട് അവരിതെല്ലാം ഫുള്ള് ക്ലോസ് ചെയ്തിട്ടേക്കുക. ഇവിടെ നല്ലൊരു കോവിലൊക്കെ ഉണ്ട്. നമ്മളിവിടെ സ്ഥിരം ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. ഇത് 5 ഫാൾസ് എന്ന് പറയും. കുട്രാലം പോലെ തന്നെ. കുട്രാലത്തിൻ്റെ അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോഴാണ് ഈ ഒരു സ്ഥലം. സൗണ്ട് കാരണം കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര സൗണ്ടാണ്. അതുപോലെ കാറ്റ്, നല്ല വെള്ളമൊക്കെ തെറിക്കുന്നുണ്ട്. മുഖത്ത് ഫോൺ വെക്കാതെ അത് ഇതാക്ക്, മറ്റേ സംഭവമാക്ക്. എടാ ഞെക്കണോ? അജക്ക് അത് കൊള്ളല്ലേ? നമ്മള് ആസിഫിന്റെ കല്യാണത്തിന് ഞങ്ങള് മൊത്തം ഈ വൈബായിരിക്കും. അതാണ് ഞങ്ങളുടെ നാട് ആസിഫിന്റെ കല്യാണം. ആസിഫ് രണ്ടാമത്തെ വരവിന് നമ്മള് വേറെ ലെവലാക്കും, പൊളിക്കും നമ്മൾ ആസിഫിന്റെ. അതാ ആസിഫിന്റെ കല്യാണം നമുക്ക് അടിച്ചു പൊളിക്കണം. ഇതാണ് ആസിഫ്. ആസിഫിന്റെ കല്യാണത്തിന് നമുക്ക് വേറെ ഒരു ജോലിയില്ല. അല്ല ആസിഫിന്റെ കല്യാണത്തിന് ഇവിടെ നമ്മള് വെള്ളം ഇങ്ങനെ തളിച്ച് തുടയ്ക്കണം. അതാണ് ഇവിടുത്തെ ഒരു ആചാരം. കഴിക്കുന്ന എടുക്കണം. നമ്മുടെ കിടിലം ബിരിയാണി. അതിനപ്പുറം കാട ഫ്രൈ. വരുവോ നല്ല മഴയുടെ വൈബ്, അതിൻ്റെ കൂടെ നല്ല കാറ്റും, നല്ല കിടിലം വൈബ് എന്ന് വെച്ചാൽ കിടിലം വൈബ്. എപ്പോഴെങ്കിലും ഒരു ദിവസം നമ്മുടെ പുനലൂരിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് അത് ഈ മഴ സമയത്ത് വരണം. നല്ല കിടിലം വൈബ് എന്ന് വെച്ചാൽ കിടിലം വൈബ്. നമ്മുടെ കയറി നടന്ന് മലയൊക്കെ ഇങ്ങനെ വയലെന്ന് ആസിഫ എവിടെ പോടാ? കിടിലം വൈബാണ് കേട്ടോ. കാറ്റ് എന്ന് വെച്ചാൽ അന്യായ കാറ്റാ, ഒരു രക്ഷയില്ലാത്ത കാറ്റ്. നമ്മള് എൻജോയ് ചെയ്യുമെന്ന് വെച്ചാൽ എൻജോയ് ചെയ്യോ. കാറ്റടിച്ച് പറന്നു ആസിഫെ, കാറ്റടിച്ച് പറന്നു പോലടാ. ആസിഫെ എങ്ങനെയുണ്ട് കാറ്റ്? എങ്ങനെയുണ്ട് കാറ്റ്? സെറ്റ്. ഇതാണ് അനു. അനുവേ നിങ്ങൾ കാണണ അനുവേ നമ്മുടെ ഇന്നത്തെ ട്രിപ്പിനെ പറ്റി പറ. പെട്ടെന്ന് പറയണം. കാര്യം കാറ്റ് കാരണം അടുത്ത കാറ്റ് വരുന്നതിന് ആൾക്കാർ കേൾക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് പറയണം.
ആസിഫിനെ കൊണ്ട് നമ്മൾ ഈ ഒരു ട്രിപ്പ് വന്നിട്ട് ആസിഫോറ നീ എന്റെ വീഡിയോ എടുത്തോണ്ടിരിക്കണോ? കറക്റ്റ് സമയത്തല്ലേ വന്നേ? കേരളത്തിൽ നല്ല മുടിഞ്ഞ മഴയും നമുക്കിവിടെ നാണ്ട നൈസ് ക്ലൈമറ്റും. എന്നാൽ ഓവറായിട്ട് മഴയും ഇല്ല, പക്ഷെ നൈസ് ക്ലൈമറ്റ് ഇല്ലേ? സാധാരണ തമിഴ്നാട്ടിൽ വരുമ്പോൾ നല്ല ഭയങ്കര ചൂടല്ലേ? അത് വെച്ച് നോക്കുമ്പോൾ നല്ല ക്ലൈമറ്റ് അല്ലേ? ഗോകുലേ വാ, ഓടിവാ. ഇങ്ങോട്ട് തണുപ്പൊക്കെ കുറവാ, വാ ഇങ്ങോട്ട്. വാ ഇങ്ങോട്ട്. ഇങ്ങനെ ഫോട്ടോ എടുത്തോണ്ടിരിക്കാതെ വെള്ളത്തിൽ ഒലിച്ചു പോടാ, ഇങ്ങോട്ട് വാടാ. അതിന് മാത്രമൊന്നുമില്ല. ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാ നിൽക്കും കുതിര, വീഴും, ഇപ്പൊ വീഴും. ഒരു ആവേശത്തിന് നടന്നിട്ട് വന്ന് വണ്ടി കിടക്കുന്നതാണ് അങ്ങ് ദൂരെയാ. മഴ മറിഞ്ഞു വീണു ഗൈസ്, വെള്ളത്തിൽ വീണു. അയ്യോ, അങ്ങനെ വെള്ളത്തിൽ വീണു. ഇനിയിപ്പോ വണ്ടി കയറാൻ പറ്റാത്ത അവസ്ഥയിൽ എങ്ങനെയെങ്കിലും വീട്ടിൽ പോകണം. അയ്യോ, എന്നെ വല്ല ലോറിക്ക് കയറ്റി വിടുവോ? അങ്ങനെ ട്രിപ്പെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ ഒരു ചെറിയ ട്രിപ്പ് അതങ്ങനെ അവസാനിച്ചു. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് എല്ലാം കഴിഞ്ഞു. നമ്മുടെ ആസിഫ് മോനെ, അനുവും ഗോകുലും ഉറങ്ങി. വണ്ടി ഓടിച്ചോണ്ടിരുന്ന അനു ഉറങ്ങി, പുറകിരുന്ന ഗോകുലും ഉറങ്ങി. ഇനിയിപ്പോൾ ആസിഫും ഞാനും മാത്രമേ ഉള്ളൂ ഇതിനെ തുറന്നിരിക്കുന്നത്. അങ്ങനെ ആസിഫിനെ നമ്മൾ ഇവിടെ യാത്രയാക്കിയാണ്. ഇനിയിപ്പം അവൻ്റെ അടുത്ത വരവിനെ ഞങ്ങൾക്ക് കാണാൻ പറ്റൂ. യെസ് ഓഫ് കോഴ്സ്, ആസിഫ് ഇവിടുന്ന് പോവാ.